மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு പുരിയുമാ. തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാലിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഗുണ കേവ്. ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കള എന്നാണ് ഗുണ കേവിന്റെ മറ്റൊരു പേര്. ആ പേരിലുണ്ട് ഈ ഗുണ കേവിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന കൗതുകവും പേടിപ്പെടുത്തലും. കൊടൈക്കനാലിലെ തടാകത്തിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററോളം ദൂരെയാണ് ഈ ഗുഹ. പര്യവേക്ഷണത്തിനായി പോയ നിരവധി ആളുകൾ ഗുഹയിൽ അപ്രത്യക്ഷരായതിനാൽ ഈ ഗുഹകൾ കുപ്രസിദ്ധ ചരിത്രത്തിന് പേരുകേട്ടതാണ്. ചില സന്ദർഭങ്ങളിൽ ഗുഹാഘടന വളരെ ആഴമേറിയതും ഏകീകൃതമല്ലാത്തതുമായതിനാൽ പലരുടെയും മൃതദേഹം വീണ്ടെടുക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഗുഹകളിൽ ഒന്നാണിത്. 2016 കണക്കനുസരിച്ച് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാതെ ഗുഹയുമായി ബന്ധപ്പെട്ട 13 തിരോധാനങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണക്കിൽപ്പെടാത്ത കാണാതാകലും മരണവും വേറെ. 1821 ബ്രിട്ടീഷ് ഓഫീസർ BS വാർഡാണ് ഈ ഗുഹയുടെ ദ്വാരം ആദ്യമായി രേഖപ്പെടുത്തിയത്. ഡെവിൾസ് കിച്ചൺ എന്ന് നാമകരണം ചെയ്തതും അദ്ദേഹമാണ്. 1991 കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഈ ഗുഹയിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. അതോടെയാണ് ഇത് ഗുണ ഗുഹ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 2010 ശിക്കാർ എന്ന മലയാള സിനിമയുടെ ക്ലൈമാക്സും ഇവിടെ നിന്ന് ചിത്രീകരിച്ചതാണ്. 2024 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഈ ഗുഹയിലെ അപകടത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ വരവോടെ ഗുണ കേവ് കാണാൻ ആളുകളുടെ പ്രവാഹമായി. താഴ്ച കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏകദേശം 600 അടിയിലധികം താഴ്ചയുള്ള അഗാധ ഗർത്തത്തിലാണ് ഈ ഗുഹ ചെന്നവസാനിക്കുന്നത്. ഗുണ കേവിൽ നിന്ന് കൊടൈക്കനാലിന്റെ ദൃശ്യഭംഗി അതിമനോഹരമാണ്. കാണാതാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ 2016 ഗുഹ കമ്പികൾ ഉപയോഗിച്ച് അടച്ചു. 2006 കേരളത്തിലെ കൊച്ചിയിലെ മഞ്ഞുമേൽ നിന്നുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഗുഹകൾ പര്യവേക്ഷണം ചെയ്യാൻ പോയപ്പോൾ അവരിൽ സുഭാഷ് എന്നയൊരാൾ കുഴിയിൽ വീണു. പിന്നീട് ഇയാളുടെ സുഹൃത്ത് സിജു ഡേവിഡും നാട്ടുകാരും ചേർന്ന് പോലീസിന്റെ പിന്തുണയോടെ ഏറെ പരിശ്രമിച്ചാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. ഈ സംഭവമാണ് 2024 മലയാളം സിനിമയായ മഞ്ഞുമേൽ ബോയ്സ്. ഗുഹകളിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് മിക്ക ഭാഗങ്ങളും ഫിലിം സെറ്റിൽ ചിത്രീകരിച്ചെങ്കിലും ചില ഭാഗങ്ങൾ ഗുഹകളിലും കൊടൈക്കനാലിലും പരിസരത്തുമായി ചിത്രീകരിച്ചു. സന്ദർശകർ കൂടിയതോടെ ഗുഹയിലേക്കുള്ള റോഡ് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു. പ്രവേശനം ഫീസ് മുഖേനയാണ് നിയന്ത്രിക്കുന്നത്. എയർ വൺ ട്രാവൽ വൈബിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ട്രാവൽ വൈബ് എയർ വൺ. அதுவும் உனக்கு புரியுமா.